ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയിൽ കാണുന്നത് ഞാനും. രണ്ടുപേരും ചെറുപ്പത്തിലെ അത്ര തടിയൊന്നും ഉണ്ടായിരുന്നോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് തടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചേച്ചിക്ക് അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചേച്ചിക്ക് ക്രമാതീതമായിട്ടുള്ള തടി വർദ്ധിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കൂടെ തന്നെ ഈ ശരീരത്തിൽ നിറയെ അസുഖങ്ങളും ഉണ്ടായി. പക്ഷേ അസുഖങ്ങളുടെ ലിസ്റ്റൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ എന്ന് വേണ്ട ഒട്ടുമിക്കൽ എല്ലാ രോഗങ്ങളും ഏകദേശം ഒരു 30 വയസ്സിനകം ഈ ശരീരത്തിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കും ഷുഗറുണ്ട്, കൊളസ്ട്രോൾ. ഭാഗ്യത്തിന് തൈറോയിഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെ അസുഖങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ തീരും. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തുതന്നെ ആയാലും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കാൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അത് അസുഖങ്ങൾ തന്നെയാണ് കേട്ടോ. ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ വളരെയധികം വലച്ചിരുന്നു. നടുവേദനയും മറ്റു ബുദ്ധിമുട്ടുകളും, നടക്കാൻ കഴിയില്ല, അടുക്കളയിൽ പോലും നിന്ന് ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ മാനസികമായി തന്നെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു ഫുഡ് സപ്ലിമെൻറ്റും എടുക്കാതെ ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ടും വർക്കൗട്ട് ചെയ്തുകൊണ്ടും തന്നെ തടി കുറയ്ക്കണമെന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും വാശിയായിരുന്നു. ഭക്ഷണ നിയന്ത്രണത്തിലും എക്സസൈസിലും ഞാൻ വലിയ കേമിയൊന്നും അല്ല കേട്ടോ. ഞാൻ വളരെ മടിച്ചിയാണ്. പക്ഷേ ചേച്ചി അങ്ങനെയല്ല. അവളുടെ ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഞാനങ്ങനെ അല്ല കേട്ടോ. നിങ്ങളിൽ പലരെ പോലെയും ഞാനും ഒരു മടിച്ചിയാണ്. ഇടയ്ക്കിടെ എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ കഴിക്കും. ദിവസേന കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണക്രമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. കാര്യം നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഫുഡ് നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് പിന്നീട് അങ്ങോട്ട് റൈസ് കട്ട് ചെയ്ത് ഗോതമ്പോ അല്ലെങ്കിൽ റാഗിയോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളാക്കിയിട്ട് പിന്നെ 1 മണിക്കൂർ വർക്കൗട്ടും എല്ലാ ദിവസവും ചെയ്തുകൊണ്ടുമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കേട്ടോ. എല്ലാവർക്കും ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.